പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീട്ടിലെ സ്വാഭാവികമായി 2/3/2025 എന്ന ദിനത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തോർത്ത് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ വർഷത്തിൻ്റെ ജനുവരി ഫെബ്രുവരി മാസം മുഴുവൻ കർത്താവ് നമ്മളെ നടത്തി. അനേകരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് അനേകർ മണ്ണിന് വളമായി തീർന്നു. അനേകർ ഒരുപിടി ചാരമായി. അനേകർ പക്ഷികളും പറവകളെല്ലാം കുത്തിപ്പറിച്ചു കൊണ്ടുപോയി. സ്തോത്രം. പാർസികളുടെ ശവമടക്കം ആ നിലയിലാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പം വിവിധ നിലയിൽ മരണത്തിന് കീഴ്പ്പെട്ട ലക്ഷോപലക്ഷം ജനങ്ങൾ പാർക്കുന്ന ഈ ഭവനത്തിൽ നമുക്ക് ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ, പൂ പോലെ, വയലിലെ പുല്ലുപോലെ, അതിന്മേലുള്ള പൂ പോലെ, നിഴൽ പോലെ, ആവി പോലെ എന്നൊക്കെയും ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മളിതൊന്നും വേണ്ട പോലെ ചിന്തിക്കാതിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നിപ്പോകും. ഓരോ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു പൂവാണ്, ഞാനൊരു പുല്ലാണ്, എൻ്റെ ആയുസ് നിഴൽ പോലെയാണ്, എൻ്റെ ആയുസ് ആവി പോലെയാണ്. ഒരു ചെറിയ ഹ്രസ്വകാലം ഈ ഭൂമിയിൽ ഞാൻ പാർക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആത്മാവ് ഇവിടെ നിന്ന് മാറ്റപ്പെടും. അതെങ്ങോട്ട് പോകുന്നുവെന്നും ഏതവസ്ഥയിലായിത്തീരുമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നമ്മിൽ പലരും ഇങ്ങനെ ജീവിക്കുക. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. എനിക്ക് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കൾക്കും ജോലി, കാറ്, വീട്. 4 മക്കൾക്കും 4 കാറ്, 4 മക്കൾക്കും 4 വീട്. ഇതൊക്കെ അനുഗ്രഹമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മീക ശൈശവാവസ്ഥയിൽ കിടക്കുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ ലോകം, ആത്മീയ ഗോളം. യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് വചനത്തിലൂടെ ആരും പഠിക്കുന്നില്ല. തന്മൂലം ആത്മീക ദരിദ്രന്മാരായി, ആത്മീക നഗ്നന്മാരായി, ആത്മീക കുരുടന്മാരായി, തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യവന്മാരുമായി തീർന്നിരിക്കുന്നുവെന്നാണ് ലവോദിക്യ എന്ന ദൂതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന സന്ദേശം. 7 സഭകൾ 7 നവീകരണ കാലഘട്ടങ്ങളാണ്. അതിൽ 7ാമത്തേതാണ് ലവോദിക്യ. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള കാലഘട്ടം ലവോദിക്യ. വേണ്ടതുപോലെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അതിനൊക്കെ വളരെ വികലമായ നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പലരും. നിങ്ങൾ ഇന്നത്തെ ആത്മീയ ഗോളത്തെ എടുത്തു നോക്കിക്കോ. ശുശ്രൂഷകന്മാരും വിശ്വാസികളും എല്ലാവരുമല്ല, ഒരു ശേഷിപ്പുണ്ട്. ബഹുഭൂരിപക്ഷം ആത്മീക കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരുമാണ്. ആത്മീയ കുരുടൻ, ആത്മീയ ദരിദ്രൻ, ആത്മീയ നഗ്നൻ. ഈ നഗ്നത മാറണം, ആത്മീയ കുരുട് മാറണം, ആത്മീയ ദാരിദ്ര്യം മാറണം. ലവോദിക്കയിൽ അതിനുള്ള ദൂതുണ്ട്. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് ദാരിദ്ര്യം മാറാം. എന്താ ഈ പൊന്ന്? പഥ്യവചനം, പഥ്യോപദേശം, പുതിയ നിയമ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം സഭ തള്ളിക്കളഞ്ഞിരിക്കുക. ആഗോള വ്യാപകമായി ക്രൈസ്തവ ഗോളത്തെ എടുത്തു പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് സ്ഥാനമില്ല. അനുഗ്രഹവും നന്മയും വിടുതലും ന്യായപ്രമാണം, മോശയും ഏലിയാവും ദാവീദും പഴയ നിയമത്തിലെ പല പല വിഷയങ്ങൾ എടുത്ത് പ്രസംഗിച്ച് ജനത്തെ വികാരനിർഭിതരാക്കി ഏതോ സ്വപ്നലോകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് പഥ്യവചനത്തിൻ്റെ പ്രസക്തി. നഗ്നൻ ദൈവം തന്ന രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തി. കുരുടൻ പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ കുരുടനായി. 10:23 നോക്കി. ഇസ്രായേൽ മക്കളെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവരാരായി? കർത്താവ് അവരെ വിളിച്ചത് കുരുടന്മാരെന്ന. അല്ലയോ കുരുടന്മാരും മൂഢന്മാരുമായുള്ളവരെ, കുരുടൻ കുരുടനെ വഴികാട്ടുന്നുവെന്ന് കർത്താവ് തന്നെ പറഞ്ഞു.
ഏകദേശം ആ നിലവാരത്തിൽ എത്തിയിരിക്കുക ഇന്നും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. സഭകൾ മുഴുവൻ കള്ളന്മാരുടെ ഗുഹയായി മാറി. ജനത്തിന് ആത്മീയ വളർച്ചയോ ആത്മീയ വർധനവോ ആത്മീയ നിറവോ നൽകുന്നില്ല. ഇന്നലെ രാവിലെ ഇന്നലെ രാത്രിയിലും എൻ്റെ ഹൃദയത്തിൽ വന്ന വിഷയം പെട്ടെന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. 9-ാം അധ്യായം, പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ആദിമ സഭകളെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും പറയാൻ എനിക്ക് പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നത്. 9-ാം അധ്യായത്തിൽ അതിന് 31-ാം വാക്യത്തിൽ, അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. 16:4-5 പ്രവൃത്തി 16:4-5 അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്യുന്നു. ഈ 2 വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഏത് സഭയായി ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ പെരുകുന്നു. ഓക്കെ, നല്ല കാര്യം. ആവറേജ് ഞാൻ പറയുമ്പോൾ സഭകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയല്ലേ. എന്താ കാര്യം? അപ്പോസ്തലന്മാരാൽ ഉപദേശം പ്രാപിച്ച് മുൻപോട്ട് പോയ സഭകൾക്ക് ആത്മീയവർദ്ധന ഉണ്ടായി, സമാധാനമുണ്ടായി. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഇന്ന് സഭകൾക്ക് സമാധാനമില്ല. സഭകൾ കോടതി കേസ് വഴക്കായിട്ട് നടക്കുക. സഭകൾ തമ്മിൽ കോടതി കേസാ. ഒരു സഭയിൽ ഉള്ളവർ തമ്മിൽ കേസും വഴക്കുവാ. ഇത് വെറുതെ പറയുകയല്ല. ഹല്ലേലൂയ. ഇത് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ പറയാനുള്ള പ്രേരണയുള്ളത് കൊണ്ട് മാത്രം പറയുന്നു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമാണ് സഭ പണിയപ്പെടുന്നത്. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ, പുതിയ നിയമസഭയുടെ പ്രമാണങ്ങൾ, വ്യവസ്ഥകൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് എവിടെയുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ വിധി നിർണയങ്ങൾ ഏത് സഭയിൽ പഠിപ്പിക്കുന്നു? അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു, എണ്ണത്തിൽ ദിവസേന പെരുകി. ഈ പറഞ്ഞ കാര്യം നടക്കുന്നുണ്ട്, എണ്ണത്തിൽ പെരുകുന്നുണ്ട്, ഒരു ഗുണവുമില്ല. ബാംഗ്ലൂരിലും ഇന്ത്യയുടെ പ്രധാന പട്ടണങ്ങളിലൊക്കെ സഭകൾ പെരുകി വരികയാണ്. ഞാനതിന് പറയുന്ന ജഡികന്മാർ വർദ്ധിച്ചു വരിക. ആത്മീകരില്ല ഇവിടെ. ഈ വർദ്ധിച്ചു വരുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്നവരും അവരുടെ മക്കളും ഒക്കെ പ്രസ്താവിച്ച പ്രസ്താവനകൾ കേട്ടിട്ട് ഞെട്ടി തിരിച്ചിരിക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ പ്രസ്താവനകളും അവരുടെ പാഴ്വാക്കുകളും അവരുടെ വൃത്തികെട്ട പ്രസ്താവനകൾ കേട്ടിട്ട് ഞെട്ടി തിരിച്ചിരിക്കുകയാണ് നമ്മൾ. ഇത് ആത്മീയ വളർച്ചയല്ല, ആത്മീയ വർധനമല്ല. അത് പറയുന്നത് സഭകൾ പെരുകുന്നു, വിശ്വാസികൾ പെരുകുന്നു. പോഷ്ക് പറയുകയാണത്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശ്വാസികളുടെ പെരുപ്പമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് വ്യഭിചാരം ചെയ്ത് കുട്ടികളുണ്ടായി പെരുകുന്നതായിരിക്കും. അതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. എന്തോ ഒരു അസമന്തം. ഹല്ലേലൂയ. ബാംഗ്ലൂരിലെ ഒരു പ്രധാന പാസ്റ്ററിന്റെ പ്രസ്താവനയായിരുന്നു അത്. വ്യഭിചാരത്തിലൂടെയാണെങ്കിൽ ഞങ്ങൾ പെരുകുന്നു എന്നാണ് താൻ പറഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഭകൾ എവിടെയാണ് പെരുകുന്നത്? പിടികന്മാരല്ലേ പെരുകുന്നത്? എന്നാൽ ഇവിടെ നിങ്ങൾ നോക്ക്, യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വളരുന്ന സഭകളാണ്. ആ സഭയ്ക്ക് എന്തുണ്ടായി? സമാധാനമുണ്ടായി. തമ്മിൽ സമാധാനമുണ്ടായി. കോടതി കേസ് വഴക്കൊന്നും അവർക്കില്ല. കർത്താവിലത്ത് സമാധാനം പ്രാപിച്ച് ജീവിക്കുന്നവരവര്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രാരംഭത്തിൽ ഈ വിഷയം ഒന്ന് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് പാപം ചെയ്തും ഏത് ഹീനമായ നിലയിൽ ജീവിച്ചിട്ടും ഞങ്ങളെ വളർത്തുന്നത് കർത്താവാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അതിന് തിരിച്ചു പറയും, നിങ്ങളെ വളർത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്, കർത്താവൊന്നുമല്ല. കർത്താവ് വളർത്തുന്ന സഭകളാണ്. എങ്ങനെയുള്ള സഭകൾ? കർത്താവ് വളർത്തുന്ന സഭയുടെ നിലവാരം എന്തായിരിക്കും? പ്രവൃത്തി 9 കാണുന്നത് സമാധാനമുണ്ട്, ആത്മീയ വർധനവ് പ്രാപിച്ചു, കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു. യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ, ദൈവവചനത്തിൻ്റെ ആത്മീക സത്യങ്ങൾ, പ്രമാണങ്ങൾ പ്രമാണിക്കേണ്ടതിന് സഭയ്ക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്നോ ഒരു കൺവെൻഷൻ നടന്ന വിദേശത്ത് കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് എന്താ കാര്യം? നമ്മുടെ കൺവെൻഷനും നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ജീർണിച്ചു കിടക്കുകയാണ്, അതപ്പതിച്ചു പോയി. വെറും എന്താ പറയാ, ഓരോ വർഷം എന്തെങ്കിലും ചെയ്യണ്ടേ, അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്നുള്ള ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ആർക്കും ഗുണമില്ല. തലപ്പത്തിരിക്കുന്നവരെല്ലാം ജഡീകന്മാരായി. എൻ്റെ പ്രസ്താവന കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. അഹരോൻ ലീഡർഷിപ്പ് നടത്തിയതുപോലെ ഇന്നത്തെ ലീഡർഷിപ്പ് നല്ലൊരു പങ്കും എല്ലാവരുമല്ല, അതിൽ നിന്ന് വിഭിന്നമായി ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി ലീഡർഷിപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. പൗലോസ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ മുറുകെ പിടിച്ചോ. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്ത അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും കേട്ടോ അവരെ ഏൽപ്പിച്ചു. അവർ പ്രസംഗിക്കുന്ന വചനങ്ങൾ അത് സഭയിൽ പ്രസംഗിച്ച് വിശ്വാസികളെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോക്ക് നടക്കുകയില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം, ഇവിടെ ഞങ്ങൾ എന്തോ ഒരു സംഭവമാണെന്നൊക്കെ തെളിയിക്കാം. ഞങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്, കോടിക്കണക്കിനുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സഭകളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര പ്രാസംഗികന്മാരുണ്ട്, ശൂഷകന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ച് അവസാനം നരകക്കുഴിയിൽ പോയി വീഴും, എല്ലാം കൂടി കൂട്ടത്തോടെ. അതുകൊണ്ട് ഞാൻ വിനീതമായി 2025 ശക്തിയോടെ വിളിച്ചു പറയുന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ ശക്തിയോടെ പ്രസംഗിക്കപ്പെടണം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം വലിയ വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയുടെ വചനങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ ഉണ്ടായിരുന്നുവെന്ന് എബ്രായലേഖനം 10:26 മുതൽ പറയുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, അത് പുതിയ നിയമ പ്രമാണത്തെക്കുറിച്ച് പറയുക, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും പുതിയ നിയമ പ്രമാണത്തെ ചവിട്ടി മരിക്കുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നതിന് എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. കണ്ടോ, പഴയ നിയമം അനുസരിക്കാത്തവന് ശിക്ഷ, പുതിയ നിയമം അനുസരിക്കാത്തവന് ശിക്ഷ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ ഹൃദയത്തിൽ ഈ ദിവസങ്ങൾ കരുതിക്കൊള്ളണം. പുതിയ നിയമ പ്രമാണങ്ങൾ ഉപദേശങ്ങളെ നാം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായമാണല്ലോ നമ്മുടെ പഠന വിഷയം. ഒന്ന് വായിച്ചാട്ടെ, എബ്രായലേഖനം 3:1. മതി. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, വിശുദ്ധ സഹോദരന്മാരെ,
സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഈ രണ്ട് പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ സഹോദരന്മാർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി. ലോകത്തുള്ള അശുദ്ധി കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് എങ്ങനെ വിശുദ്ധരാകും നമ്മൾ? ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പില്ലെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവസഭ വിശുദ്ധിയും വേർപാടും ഉള്ളൊരു കൂട്ടമാണ്. ആ വിശുദ്ധിയും വേർപാടും ഒക്കെ കാറ്റിപ്പറത്തി അശുദ്ധിയിൽ മുങ്ങിക്കിടക്കുകയാണെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദേശത്തിന്റെ വിശുദ്ധി, ജീവിത വിശുദ്ധി, ഇതെല്ലാം പോയി. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞു വാക്യമുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഈ ലോകത്തിന് അനുരൂപരാകുമ്പോൾ സഭ അശുദ്ധിയിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഈ ലോകത്തിന്റെ ഗതിവിധികൾക്കനുസരിച്ച് സഭ മുൻപോട്ട് പോകുമ്പോൾ, വ്യക്തികൾ മുൻപോട്ട് പോകുമ്പോൾ സഭയിൽ അശുദ്ധി വന്ന് നിറയുകയാണ്. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധി വരാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ ഗഹനമായി നമ്മൾ പറയാനുള്ള സമയം മുമ്പിലില്ല. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയ വിളി, നമ്മുടെ മേലുള്ളൊരു വിളി സ്വർഗീയ വിളിയാണ്. അത് നാം നന്നായിട്ട് മനസ്സിലാക്കണം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 3:1 യേശു ക്രിസ്തുവിനെ നോക്കുവാൻ പറയുന്നു. എബ്രായർ 12:1, 2, 3 വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്ന എബ്രായർ 12:1, 1-2 വാക്യങ്ങൾ. ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നതിന്റെ കാരണം, ക്രിസ്തുവിന്റെ പ്രമാണം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും അപഗ്രഥിച്ച് പഠിച്ചാൽ 7 യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 7 യുഗങ്ങൾ: നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹോദരവ യുഗം, സഹസ്രാബ്ദ യുഗം, നിത്യയുഗം. ഈ 7 യുഗങ്ങളിലും 7 വ്യവസ്ഥിതികളാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. നിഷ്പാപ യുഗത്തിലെ വ്യവസ്ഥിതിയല്ല മനസാക്ഷി യുഗത്തിൽ, മനസാക്ഷി യുഗത്തിലെ വ്യവസ്ഥിതിയല്ല മാനുഷിക ഭരണയുഗത്തിൽ, മാനുഷിക ഭരണയുഗത്തിന്റെ വ്യവസ്ഥിതികളല്ല വാഗ്ദത്ത യുഗത്തിൽ, വാഗ്ദത്ത യുഗത്തിന്റെ വ്യവസ്ഥിതികളെല്ലാം ന്യായപ്രമാണ യുഗത്തിൽ. ന്യായപ്രമാണം അനുശാസിക്കുന്ന വ്യവസ്ഥിതികളും ഒന്നുമല്ല കൃപായുഗത്തിൽ. ഇത് തരംതിരിച്ച് പഠിപ്പിക്കുന്നവർ കുറവാണ്. ഇത് തരംതിരിച്ച് പഠിച്ച് നമ്മളായിരിക്കുന്ന കൃപായുഗത്തിൽ ക്രിസ്തുവിന്റെ പ്രമാണമാണ്, ക്രിസ്തുവിന്റെ ഉപദേശമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം താറുമാറായി പോകും. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ, പഴയ നിയമത്തിൽ മോശയുടെ പ്രമാണം നീ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം എന്ന് പറയുന്നുണ്ട്, ന്യായപ്രമാണക്കാരോട് പറയുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ ഇത് ശ്രദ്ധയോടെ നോക്കണം, യേശുവിനെ ശ്രദ്ധയോടെ നോക്കണം, യേശുവിന്റെ വചനം ധ്യാനിക്കണം, യേശുവിന്റെ കൽപ്പനകൾ ധ്യാനിക്കണം. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. 2 പത്രോസ് 3:1. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പത്രോസ് 3-ാമത്തെ. പ്രിയമുള്ളവരെ, 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന മുൻപറഞ്ഞ വചനങ്ങൾ, കർത്താവും രക്ഷിതാവുമായവൻ മുഖാന്തരം, അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പനയും. ഇത്ര വ്യക്തമായി എഴുതിയിരിക്കുക. ആ മുൻപറഞ്ഞ വചനങ്ങൾ ഓർക്കണം. കൽപ്പന ഓർക്കുക മാത്രമല്ല, അനുസരിക്കാൻ കൂടിയുള്ളതാണെന്ന് പത്രോസ് പറയുക, വ്യക്തമായി പറയുക.
ഗലാത്യർ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുക. ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ പൗലൂസിന്റെ വാക്യത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തില് മോശയും യേശുവും തമ്മിലുള്ള ഒരു കമ്പയർ സ്റ്റഡിയാണ് നടക്കുന്നത്. മോശയും യേശുവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. അങ്ങനെ ഒരു പഠനം പോലും ഇന്നെങ്ങും ഇല്ല. യേശു ആര്, മോശ ആരെന്ന് എബ്രായ ലേഖനം 3-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുക. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശു ദൈവഭവനത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. അതുപോലെ മോശയും ദൈവഭവനത്തിൽ വിശ്വസ്തനായി. എന്നാൽ ഈ വിശ്വസ്തത ഏത് നിലയിലാണെന്ന് തുടർമാനമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. ഇനി എൻ്റെ 5-ാം വാക്യം 6-ാം വാക്യമാണ് പ്രധാനമായിട്ട് യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസത്തെ പൗലോസ് പഠിപ്പിക്കുന്നത്. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ട്. മോശ ദൈവത്തിന്റെ ഭൃത്യനാണ്. അങ്ങനെയാ പൗലോസ് പഠിപ്പിക്കുന്നത്. 6-ാം വാക്യം വായിച്ച, ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രൻ. ദൈവഭവനത്തിലെ അധികാരിയായ പുത്രൻ യേശു ക്രിസ്തു. മോശ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ജനത്തോട് പറയുന്ന ഒരു ഭൃത്യനായിരുന്നു മോശ. യേശുവോ ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായിട്ട് തന്നെ. ഈ പഠനം വളരെ ശ്രദ്ധേയമാണ്. പണ്ട് സ്വർണവും കുന്നിക്കുരുവും കൂടി ഒരു കഥ കേട്ടിട്ടുണ്ട്. സ്വർണവും കുന്നിക്കുരുവും തട്ടാനോട് പറഞ്ഞൊരു കഥ. തട്ടാനോട് സ്വർണം പറഞ്ഞു, എന്നെ അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു ആഭരണമായിട്ട്, ഓർണമെന്റ്സ് ആയിട്ട് തീയിലിട്ട് ചുടുകയോ തീയിലിട്ട് ഉരുക്കി ഇഷ്ടപ്രകാരം ഉരുക്കിയെടുത്ത് നല്ലൊരു ആഭരണമാക്കി എടുത്തോ, കുഴപ്പമില്ല. പക്ഷേ ആ കുന്നുക്കുരുവിൻ്റെ കൂട്ടത്തിട്ട് തൂക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പണ്ടൊരു കഥ ഒരു പാസ്റ്റർ പറഞ്ഞതാണ്. നമ്മൾ യേശുവിനെയും മോശയെയും ദാവീദിനെയൊക്കെ ഒരുമിച്ചിട്ട് തൂക്കരുത്. യേശു ദൈവപുത്രനാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശകന്മാർ കുമിള് പോലെ മുളച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. യേശുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവന് പിതാവുമില്ല പുത്രനുമില്ലെന്ന യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. യേശുവിന് ഒരു ശുശ്രൂഷയുണ്ട്. ദൈവപുത്രനായ യേശുവിന് ഒരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട്. അത് മാനവജാതിയുടെ വീണ്ടെടുപ്പാണ്. ആ യേശു ഒരു മനുഷ്യനായാൽ വീണ്ടെടുപ്പ് നടക്കില്ല. അതുപോലും ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോൾ, ദൈവം മനുഷ്യനായിട്ട് വന്നാൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റുകയില്ല. സങ്കീർത്തന പുസ്തകങ്ങളിലും ന്യായപ്രമാണ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, വീണ്ടെടുപ്പ് വില, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില വിലയേറിയത്, അത് മനുഷ്യന് കൊടുക്കാൻ കഴിയില്ല, മനുഷ്യനെ കൊണ്ട് കഴിയില്ലെന്ന് വേദപുസ്തകത്തിൽ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആത്മീക മർമ്മങ്ങളാണ്. ഈ മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസം പൗലൂസ് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ എടുത്തു പറയുന്ന ഒരു ഭൃത്യനായിട്ട് മോശയെ കാണുന്നു.
യേശുക്രിസ്തു ആരാണ്? ദൈവഭവനത്തിലെ അധികാരിയായ പുത്രൻ. വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുക. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം മനുഷ്യനെ വീണ്ടെടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ന്യായവിധി നടത്തുക, ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പിതാവിലേക്ക് ലയിച്ചു ചേരുമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഇപ്പോൾ വായിക്കാനായിട്ടൊരു പ്രേരണ ഇന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 20 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാൽ യേശുക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവന് ഒഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം പിതാവാം ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് ഏക ദൈവം മാത്രം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്ന് വായിച്ചാട്ട്. 14 വായിക്കും. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. 10-16 മുഴുവനായിട്ട് വായിക്കുക. അത് പകുതിയെ വെച്ച് വായിക്കണേ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവയെന്റെ ശബ്ദം കേൾക്കും. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. മതി. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. ലോകത്തിലെ സകല മനുഷ്യരും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരൊറ്റ ഇടയൻ, പിതാവാം ദൈവം മാത്രം. അതിനെക്കുറിച്ചുള്ള പ്രാവചനീയ പുസ്തകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് പറഞ്ഞൊരു ആത്മീയ മർമ്മം. ഇനി സഖരിയാവ് 14:19 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടി വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. 14:19 14:9 ഇങ്ങനെയാണ് ആ വാക്യം. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ബുദ്ധ പരിശുദ്ധാത്മാവ് എന്നുള്ള അനുഭവത്തിന് മാറ്റം വരും. അത് മനുഷ്യൻ വീണ്ടുപോയത് കൊണ്ടാണ് ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവായിട്ട് ഭൂമിയിൽ അവതരിച്ചത്. ആ യേശുക്രിസ്തു പിതാവിലേക്ക് ലയിക്കുന്ന, പിതാവിലേക്ക് മറയുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് പൗലൂസ് ഒരു വലിയ സ്വർഗീയ മർമ്മം ഇവിടെ പഠിപ്പിക്കുക. ഇന്നത്തെ പാഷന്മാരുടെ കണ്ണിൽ ആ വാക്യമൊന്നും പെട്ടിട്ടില്ല. ആരും അധികം പ്രസംഗിച്ച് കേട്ടിട്ടില്ല. വളരെ ചുരുക്കം ചില പാഷന്മാർ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെയും മോശയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കേണ്ടത് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ വസിച്ചുവെങ്കിലും അവനിൽ ദൈവത്വം ഉണ്ടായിരുന്നു. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, രൂപാന്തര ശരീരം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മനുഷ്യന്റെ ഒരു ഘടകവനിലില്ല. ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്, രൂപാന്തര ശരീരമാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്ന ഒരു ശരീരമാണ്. അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ശരീരമാണ് യേശുക്രിസ്തുവിന്റെ ശരീരം. ഭക്ഷണം വേണ്ടാത്ത ശരീരമാണ്. ദൂതതുല്യരെ പോലെ ഉള്ള ശരീരമാണ്. ആ ശരീരത്തിലേക്കാണ് പുതിയ നിയമസഭ പ്രവേശിക്കാൻ പോകുന്നത്. യേശു കർത്താവ് കാഹളം ധ്വനിച്ച് മധ്യാകാശത്തിൽ വരുമ്പോൾ
സഭ ഇവിടുന്ന് രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റും 2 ഗ്രൂപ്പുകൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന് കിട്ടിയ അതേ ശരീരത്തിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ശരീരം പ്രാപിക്കാനാണ് പുതിയ നിയമസഭയിലെ ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അതിനുവേണ്ടിയാണ് ക്രിസ്തു ജീവിതം നയിക്കേണ്ടതും. എന്നാൽ ആ കാഴ്ചപ്പാടൊന്നും ഇന്ന് കാണുന്നില്ല. ഈ ഭൂമിയിലെ ഭൗതികത്തിന് വേണ്ടി കിടന്ന് തലകുത്തി മറിയുകയാണ്, തലയറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പലരും. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഈ ഭൂമിയിലെ 60, 70, 80 സംവത്സരം ജീവിച്ചു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞ ശേഷം പിന്നെ അവന് ലഭിക്കാൻ പോകുന്ന ശരീരം രൂപാന്തര ശരീരമാണ്, സ്വർഗീയ ശരീരമാണ്. കഷ്ടതകളില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, പുറവിളിയില്ല, മരണമില്ല. ദൂതതുല്യരായ ശരീരത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരനുഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ചപ്പിന്റെയും ചവറിന്റെയും പിറകെ പോകാതെ ആ രൂപാന്തര ശരീരം പ്രാപിച്ചെടുക്കാൻ ഏത് നിലയിലും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധമായി ജീവിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അടുത്ത